രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ പാലക്കാടിലൂടെ നടക്കുമ്പോ അതിന് സംരക്ഷണം ഒരുക്കി കൊടുക്കുന്നു യൂത്ത് കോൺഗ്രസും KSUം ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാരല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ രാഷ്ട്രീയമായി ഈ കേരളത്തെ ഇത്രമാത്രം മതം പതിപ്പിച്ച സംഭവം ഇതിനു മുമ്പ് വേറെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ആലോചിക്കണം. കോൺഗ്രസും UDFും എവിടെയാണ് എത്തിപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളത് ഈ നാട് ആലോചിക്കണം. സ്ത്രീകളോട് മോശമായി പെരുമാറിയതിന്റെ പേരിലുള്ള പല ആരോപണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ കേസുകൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അതന്വേഷിച്ചു പോയാൽ ആ പെരുമ്പാവൂർ കോൺഗ്രസുകാരനായ ഒരു MLA നടക്കുന്നുണ്ട്, എൽദോസ് കുന്നപ്പള്ളി. സമാന കേസിനകത്ത് പ്രതിയായ ആളാണ്. കോൺഗ്രസ് ജീർണതയുടെ മറ്റൊരു മുഖമാണ് അവിടുത്തെ MLA എന്നുള്ളത് കാണാൻ കഴിയും. നിങ്ങൾ തിരുവനന്തപുരത്ത് പോയ ഒരു വിൻസെന്റ് MLA കാണാം. 68 ദിവസക്കാലം ജയിലിൽ കിടന്നതാണ് സ്ത്രീകളെ ആക്രമിച്ചതിന്റെ പേരിൽ, അപമര്യാദയായി പെരുമാറിയതിന്റെ പേരിൽ. അയാൾ ഇപ്പോഴും MLA തുടരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. PJ ജോസഫിന്റെ ഒരു അനുഭവം നേരത്തെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നീലലോകിദാസൻ നാടാരുടെ ഒരു അനുഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള പലതും കേരളം കേട്ടിട്ടുണ്ട്. എന്നാൽ അതിനോട് എന്തെങ്കിലും താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒന്നാണോ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം? അല്ല എന്നുള്ളത് കാണാൻ കഴിയും. അത് കോൺഗ്രസിന്റെ ജീർണതയുടെ ആഴം എത്രമാത്രമുണ്ട് എന്ന് അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. ഇത്തരത്തിലുള്ള എല്ലാ ജീർണതയുടെയും നേതൃത്വമായി കോൺഗ്രസ് എങ്ങനെ മാറി എന്നുള്ളത് മനസ്സിലാക്കപ്പെടാൻ കഴിയുന്ന ഒന്നാണ് അത് എന്നുള്ളത് കാണാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിലും ആ പെൺകുട്ടിയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റിംഗ് നിങ്ങൾ കേട്ടില്ലേ? എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ സഹപ്രവർത്തകരായ കുട്ടികളെ പ്രണയം നടിക്കുന്നു, അവരെ ലൈംഗികമായി ഉപയോഗിക്കുന്നു, പല കുട്ടികളും ഗർഭിണികളാകുന്നു, അവരുടെ ഗർഭചിത്രം നടത്താൻ വേണ്ടി നിർബന്ധിക്കുന്നു. ഇതല്ലേ നമ്മൾ കണ്ടത്? സമാനമായ ഒരു സാഹചര്യം കേരളത്തിന്റെ ചരിത്രത്തിൽ നാളിതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ നാട് ചിന്തിക്കണം. ആരെങ്കിലും ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ സമാനമായ സാഹചര്യം കേട്ടിട്ടുണ്ടോ? അത് ചെയ്തയാളുടെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. മാത്രമല്ല നിയമസാമാജികനാണ്. ഭരണഘടന തൊട്ട് അധികാരത്തിൽ കയറിയ നിയമസാമാജികൻ, സത്യപ്രതിജ്ഞ ചെയ്ത് നിയമസഭയ്ക്കകത്തിരിക്കുന്ന നിയമസാമാജികനാണ്. ഈ അനുഭവം കേരളത്തിന് ഇതിനു മുമ്പേ ഉണ്ടായിട്ടുണ്ടോ? ആ കുട്ടിയുമായിട്ടുള്ള വോയിസ് ചാറ്റിംഗ് നിങ്ങൾ കേട്ടില്ലേ? ആ പെൺകുട്ടി പറയുന്നു, കുഞ്ഞിനെ കൊല്ലാൻ എന്നോട് പറയരുത്. ആ പെൺകുട്ടി ഇയാളോട് പറയുകയാണ്, കുഞ്ഞിനെ കൊല്ലാൻ എന്നോട് പറയരുത്. പക്ഷെ നിർബന്ധിക്കുകയാണ്, കുഞ്ഞിനെ കൊന്നേ മതിയാകും. അപ്പൊ ഒരു സമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കുട്ടിയോട് ചോദിക്കുകയാണ്, കുട്ടിക്ക് ജന്മം കൊടുത്താൽ ഇതിന്റെ തന്ത ആരാണെന്ന് പറയും? അപ്പൊ കുട്ടിയുടെ മറുപടി, അത് നീയാണെന്ന് പറയും, അല്ലാണ്ട് ആരാണെന്ന് പറയാൻ? അപ്പൊ തന്നെ അവൾ നീയാണെന്ന് പറയും. എന്നിട്ട് ആ കുട്ടി പറഞ്ഞു, എങ്കിലും ഞാനും എന്റെ കുട്ടിയും നിന്റെ ജീവിതത്തിൽ തടസ്സമാകില്ല. പക്ഷേ അതിനൊരു മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. മറുപടി എന്താണെന്നോ? എന്റെ രാഷ്ട്രീയ ഭാവിക്ക് തടസ്സമാണ് ആ കുട്ടി, അതുകൊണ്ട് ആ കുട്ടിയെ കൊല്ലണമെന്നാണ്. കേരളം ഇതുവരെ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? എത്ര ജീർണതയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തെ കോൺഗ്രസ് വലിച്ചു താഴ്ത്തുന്നു എന്നല്ലേ നമ്മൾ കാണുന്നത്. ഇത്രമാത്രം ക്രിമിനലായ ഒരു വർത്തമാനം, ഇത്രമാത്രം ക്രിമിനലായ ഒരു നേതാവിനെ ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടുണ്ടോ? എന്റെ രാഷ്ട്രീയ ഭാവിക്ക് തടസ്സമായതുകൊണ്ട് കുഞ്ഞിനെ കൊല്ലണമെന്ന് പറയുന്നു. ആ പെൺകുട്ടി തിരിച്ചു പറയുന്നുണ്ട്, ഞാനൊരു സ്ത്രീയാണ്, എന്റെ വികാരം, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടുള്ള എന്റെ സ്നേഹം നിങ്ങൾക്കിതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ എത്ര സ്വാർത്ഥനാണ്, നിങ്ങൾ എത്ര ക്രൂരനാണ്, നിങ്ങൾ എത്ര ക്രിമിനലാണ് എന്ന് ആ പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്നുണ്ട്. മറ്റൊരു പെൺകുട്ടിയോടുള്ള സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പിൽ നിങ്ങൾ കേട്ടത് എന്താണ്? മറ്റൊരു കുട്ടിയോട് ഇവൻ ചോദിക്കുകയാണ്, നിന്നെ കൊന്നുകളയാൻ എത്ര സമയം വേണമെന്നാണ് നീ കരുതുന്നത് എന്നാണ്. കേരളം കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്ന്? ഒരു പെൺകുട്ടിയോട് നിന്നെ കൊന്നുകളയാൻ എനിക്ക് എത്ര സമയം വേണമെന്നാണ് നീ കരുതുന്നത് എന്ന് ചോദിക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്നത്തെ നേതാക്കന്മാർ. ഇതാണ് സ്ഥിതി, ഇതാണ് കോൺഗ്രസിന്റെ ജീർണത. അതാണ് ഞാൻ പറഞ്ഞത്, കൂത്താട്ടുകുളത്ത് മാത്രമല്ല രാഷ്ട്രീയ ജീർണതയുടെയും രാഷ്ട്രീയ മലീമസത്തിന്റെയും പേരായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അത് ഈ രാജ്യത്തിനും ഈ കേരളത്തിനും അപകടകരമാകുന്ന ഒന്നായി മാറിയിരിക്കുന്നു. കേരളത്തിന്റെ പൊതുവായ രാഷ്ട്രീയ മണ്ഡലത്തിന് ദോഷം ചെയ്യുന്ന പ്രവർത്തികളായി കോൺഗ്രസും UDFിന്റെയും പ്രവർത്തികൾ മാറുന്നതിന്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ പരാതി പറയുമെന്ന് ആ പെൺകുട്ടി അയാളോട് പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിനോട്. അപ്പൊ അതിന് മറുപടിയായി രാഹുൽ പറഞ്ഞു, നീ ആരോടെങ്കിലും പോയി മറുപടി പറയുന്നു, നീ ആരോട് വേണമെങ്കിലും പോയി പറയടി എന്നാണ് മറുപടി പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു?
അങ്ങനെ പറയാനുള്ള ധൈര്യം ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടാക്കി കൊടുത്ത നേതാവിന്റെ പേരാണ് വി.ഡി. സതീശൻ, മാത്യു കൊള്ളാടൻ. പുതിയ കാലത്തിന്റെ കോൺഗ്രസ് നേതാക്കന്മാർ ഈ ജീർണതയുടെ പര്യായമായി മാറി ഈ കേരളത്തിനകത്ത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് കാണാം. ജനപ്രതിനിധിയാണ് എന്ന് കരുതി കുടുംബശ്രീക്കാരുടെ വായ്പ എടുത്തിട്ട് തിരിച്ചടക്കില്ല എന്ന് പറഞ്ഞ് പാവം കുടുംബശ്രീക്കാരെയും മറ്റ് പ്രവർത്തകരെയും ഈ നാട്ടിലെ സാധാരണ മനുഷ്യരെയും പറ്റിക്കുന്ന സമീപനം സ്വീകരിച്ചാൽ അതിന് കൂട്ടുനിൽക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കിട്ടില്ല, UDF-നെ കിട്ടിയേക്കാം. അത് UDF ആയതുകൊണ്ടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കിട്ടില്ല. ആ എടുത്ത കാര്യം തിരിച്ചടച്ച് പാവപ്പെട്ട സ്ത്രീകളെ ദ്രോഹിക്കാത്ത സമീപനം സ്വീകരിക്കണമെന്നേ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പറയുള്ളൂ. നാട് മൊത്തം വായ്പ മേടിക്കുകയും മറ്റ് പണത്തിന്റെ ക്രയവിക്രയങ്ങൾ നടത്തുകയും അതിനകത്ത് തെറ്റായ സമീപനം സ്വീകരിക്കുകയും ചെയ്താൽ അത് തെറ്റാണെന്ന് പറയണ്ടേ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മുന്നണിയും? അതാരാണ് ജയിച്ച ഞങ്ങളുടെ ജനപ്രതിനിധിയാണ് എന്ന നിലയിൽ അത് കുഴപ്പമില്ല, തെറ്റ് മുമ്പോട്ട് പൊക്കോട്ടെ എന്ന സമീപനം സ്വീകരിക്കണോ? ഇന്നത്തെ പത്രത്തിനകത്ത് ഇവിടുത്തെ ജനപ്രതിനിധികൾ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കാര്യം എന്താണ്? അത് ഏതാണ്ട് അംഗൻവാടിയിൽ മറ്റേ ആശാവർക്ക് മേടിച്ച സാധനങ്ങളുടെ പാത്രങ്ങളോ മറ്റോ കാണുന്നില്ല, സാമൂഹ്യ കിച്ചണിലെ അകത്തെ സാധനങ്ങൾ കാണുന്നില്ല. അപ്പൊ ഇത്തരം തെറ്റായ കാര്യങ്ങളൊന്നും ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് ആർക്കും ചെയ്യാൻ അവകാശമില്ല. ജനങ്ങളാണ് ഈ നാട്ടിലെ പ്രധാനി. ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. വെറുതെ പ്രവർത്തിച്ചാൽ പോരാ, മാതൃകാപരമായി പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ആ മാതൃകാപരമായ പ്രവർത്തനം നടപ്പാക്കാൻ ബാധ്യസ്ഥതയുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ ജനപ്രതിനിധിക്കും. അവരങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള കടമയുണ്ട് അവരെ ജയിപ്പിച്ച മുന്നണിക്കും പാർട്ടിക്കും എന്നുള്ളത് കാണണം. സ്വാഭാവികമായും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവർ എന്ന നിലയിൽ ചിലപ്പോൾ ചില ആളുകൾ തെറ്റിലേക്ക് പോയിട്ടുണ്ടാകാം. തെറ്റിലേക്ക് പോയാൽ ആ തെറ്റ് തിരുത്തിക്കാൻ ആവശ്യമായ കടമയാണ് പാർട്ടിയും മുന്നണിയും സ്വീകരിക്കേണ്ടത്. ആ കടമ ഇവിടെ സ്വീകരിച്ചപ്പോ അതിന് വഴങ്ങുകയല്ല ചെയ്തത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നു എന്ന സമീപനം സ്വീകരിക്കുന്നു. അപ്പൊ അതിന്റെ പിന്നിൽ മറ്റ് പല അജണ്ടകളുമുണ്ട് എന്ന നില വരുന്നു. അതിന് രാഷ്ട്രീയമായി പിന്തുണ കൊടുക്കാൻ UDF രംഗത്ത് വരുന്നു. ജീർണതയെ എടുത്ത് തലയിൽ വയ്ക്കുന്ന മുന്നണിയുടെ പേരായി UDF മാറിയിരിക്കുന്നു കൂത്താട്ടുകുളത്തും കേരളത്തിലും എന്നുള്ളത് ഇന്ന് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ഭരണ സംവിധാനത്തിന്റെ അവസാനത്തെ മാസങ്ങൾ 2 മാസം തികയാത്ത സമയത്ത് പോലും നിലവിലുള്ള സുസ്ഥിരതയോടെ ഭരിച്ചുകൊണ്ടിരുന്ന നാടിനു വേണ്ടി ഗുണകരമായി കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുന്ന നിലയിലേക്ക് ഈ ജീർണതയെ എടുത്ത് തലയിൽ വച്ചിട്ടാണെങ്കിലും വേണ്ടില്ല അട്ടിമറിക്കാമെന്ന സമീപനത്തിലേക്ക് കോൺഗ്രസും UDF-ഉം ചെന്നെത്തപ്പെട്ടത് എന്ന് കാണാൻ കഴിയും. എല്ലാ കോൺഗ്രസുകാരും ഇത് ആകമാനം സ്വീകരിച്ചിട്ടുണ്ടെന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. ചില കോൺഗ്രസുകാരുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. പിറവത്തിന് പുറത്തുള്ള പല MLA-മാരും അതിനുവേണ്ടി ചുക്കാൻ പിടിച്ചതെല്ലാം വാർത്തകളിൽ നമ്മൾ എല്ലാവരും കാണുകയുണ്ടായി. അപ്പൊ ഇത്തരം സംഘങ്ങളെ എല്ലാം നയിക്കുകയും മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പറ്റം ഉപജാക വൃന്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കാണാൻ കഴിയും. അതുകൊണ്ട് സംഭവിച്ചത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകേണ്ടിയിരുന്ന കോടിക്കണക്കിന് രൂപയുടെ വികസന കാര്യങ്ങളെ തടസ്സം നിർത്താൻ, താൽക്കാലികമായിട്ടാണെങ്കിലും തടസ്സം നിർത്താൻ കഴിയുന്ന നിലയുണ്ടായി. അതല്ലെങ്കിൽ ഈ 1 മാസക്കാലം 1.5 മാസക്കാലം കൊണ്ട് നമുക്ക് പരിപൂർണമായി പ്രഖ്യാപിച്ചത് കാര്യങ്ങൾ പൂർത്തീകരിച്ച് പോകാൻ കഴിയുമായിരുന്നു. അങ്ങനെ പൂർത്തീകരിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് പോകുമ്പോൾ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുന്ന നേട്ടം എത്രയായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ രാഷ്ട്രീയ അട്ടിമറി നടത്തിയത്. എന്നാൽ രാഷ്ട്രീയ അട്ടിമറി നടത്തിയവരോട് ഈ കൂത്താട്ടുകുളത്തിലെ ജനത പറയുന്നത് ഒരു സംശയവും വേണ്ട, 2 മാസക്കാലങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് ഉൾപ്പെടെയുള്ള അധാർമിക രാഷ്ട്രീയ നിലപാടുകൾക്ക് ഉൾപ്പെടെയുള്ള മറുപടി പറയാൻ പ്രാപ്തരായ ജനതയാണ് ഈ കൂത്താട്ടുകുളത്തെ ജനത എന്ന കാര്യത്തെ സംശയമില്ല. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തന്നെ വീണ്ടും അധികാരത്തിലെത്തിക്കുക തന്നെ ചെയ്യും. ഒരു സംശയ കാര്യത്തിൽ ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടാണ് 5 വർഷക്കാലം 4.25 വർഷക്കാലം അല്ലെങ്കിൽ 2 മാസത്തിന് മുമ്പേ ഞങ്ങൾ ഒഴിവായിട്ടുള്ളത്. ആ നേട്ടങ്ങളെല്ലാം ഓരോ വീടുകളിലും ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ കൂത്തുപട്ടണം മുനിസിപ്പാലിറ്റി കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റി, ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത്, വിഭവ സമാഹരണത്തിൽ ഉൾപ്പെടെ കുറവുകളുള്ള മുനിസിപ്പാലിറ്റി, അങ്ങനെ എല്ലാമുള്ള മുനിസിപ്പാലിറ്റി ആയിരുന്നിട്ടും ആ വിഭവങ്ങളെ എല്ലാം ഉപയോഗപ്പെടുത്തി
ഫലപ്രദമായി എങ്ങനെയാണ് ഈ നാടിന് ഗുണം ചെയ്യുക എന്ന കാഴ്ചപ്പാടാണ് ഞങ്ങൾ കഴിഞ്ഞ കാലയളവ് വികസിപ്പിച്ചത്. അത് അഭിമാനത്തോടെ ഞങ്ങൾ ജനങ്ങളോട് പറയും. ഇപ്പൊ നോക്കൂ, നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 9 വർഷക്കാലമായി. ആ ഗവൺമെന്റ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആകമാനം ശക്തിപ്പെടുത്താൻ ആവശ്യമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. നാടിന്റെ വികസന പ്രക്രിയയും നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും ഒരുപോലെ നടക്കണമെന്ന് കാക്ഷിക്കുന്ന ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എന്ന് കാണാൻ കഴിയും. ഒരു നാടിന്റെ വികസന പ്രക്രിയ എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാന സർക്കാരിന്റെ മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് അത് വികസിക്കേണ്ടത് എന്ന ശരിയായ കാഴ്ചപ്പാട് നമുക്കുണ്ട്. അതുകൊണ്ട് ജനകീയ ആസൂത്രണം ഉൾപ്പെടെയുള്ള സമീപനങ്ങൾ നടപ്പാക്കപ്പെട്ട കേരളത്തിന്റെ മണ്ണിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ അധികാര പരിധിയുണ്ട്. വികസന കാര്യങ്ങളിൽ സുശക്തമായ കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. കേരളത്തിന്റെ ഓരോ ബഡ്ജറ്റും അവതരിപ്പിക്കുമ്പോൾ 15,000 കോടി രൂപയിലേറെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാറ്റിവെക്കുന്ന ബഡ്ജറ്റ് അലോക്കേഷൻ വയ്ക്കുന്ന സ്റ്റേറ്റാണ് ഈ കേരളം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നാടിന്റെ വികസന പ്രക്രിയയിൽ സംസ്ഥാന സർക്കാരിനോടൊപ്പം തന്നെ കൈകോർത്തു നിന്നുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് കാണാം. ആ പ്രവർത്തനത്തിനകത്ത് ഏറ്റവും സുപ്രധാനമായി നമ്മളെടുത്ത നിരവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നോക്കൂ, നമ്മുടെ നാട്ടിൽ ഈ നവംബർ മാസം 1-ാം തീയതി ഈ കേരളത്തിന്റെ ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ പോകുന്നു സുപ്രധാനമായ നേട്ടങ്ങളിൽ ഒന്ന്. എന്താണ് ആ നേട്ടം? അതിദരിദ്രരില്ലാത്ത നാടായി കേരളം മാറുന്നു എന്നതിന്റെ പ്രഖ്യാപനം. ദരിദ്രരില്ലാത്ത നാട് എന്ന നേട്ടത്തിലേക്ക്, ലോകത്തിന്റെ നെറുകയിലേക്ക് കേരളം എത്താൻ വേണ്ടി പോവുകയാണ്. ഈ നവംബർ മാസം 1-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. നീതി ആയോഗ് എന്ന് പറയുന്ന BJP സംവിധാനത്തിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ സംവിധാനം ഈ രാജ്യത്തെ പട്ടിണി കിടക്കുന്നവരുടെ കണക്കെടുത്തപ്പോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിനകത്ത് 52% ആളുകൾ പട്ടിണിക്കകത്താണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ 42% പട്ടിണിക്കകത്താണ്. പ്രധാന സ്റ്റേറ്റുകളിലെല്ലാം 35, 40, 42, 50%. എന്നാൽ പകുതിയോളം, ജനസംഖ്യയുടെ പകുതിയോളം അടുക്ക വരുന്ന മനുഷ്യർ പട്ടിണി കിടക്കുന്ന സ്റ്റേറ്റുകളാണ്. എന്നാൽ ആ നീതി ആയോഗിന്റെ കണക്കിനകത്ത് കേരളത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത് 0.73% എന്നാണ്. 100 പേരുടെ കണക്കെടുത്താൽ ഒരാളെ തികച്ചില്ല പട്ടിണി കിടക്കുന്നത് എന്നാണ് കണക്ക്. ഇതാ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി ബീഹാറിൽ ഇത്ര ശതമാനമാണല്ലോ, ഉത്തർപ്രദേശിൽ ഇത്ര ശതമാനമാണല്ലോ, കേരളത്തിൽ ഇത്രയേ ഉള്ളല്ലോ എന്ന് പറഞ്ഞ ഗണിതശാസ്ത്രത്തിന്റെ താരതമ്യത്തിനല്ല നിന്നത് എന്ന് കാണണം. ഇടതുപക്ഷ കേരളത്തിന്റെ പ്രത്യേകതകളെ മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ആ 0.73% എന്ന് പറയുന്നത് ആരാണെന്ന് കണ്ടെത്തണം. ആരാണെന്ന് കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് ഏൽപ്പിച്ചത്. കുടുംബശ്രീയെ വെച്ച് സർവേ നടത്തിയപ്പോ 64,006 കുടുംബങ്ങൾ ആ പട്ടികയ്ക്കകത്തുണ്ട് എന്ന് കേരളം തിട്ടപ്പെടുത്തി 2021. അത് തിട്ടപ്പെടുത്തിയതിനു ശേഷം നമ്മളെടുത്ത യജ്ഞം ആ പാവപ്പെട്ട കുടുംബങ്ങളെ ആ പ്രയാസത്തിന്റെ പടുകുഴിയിൽ നിന്നും കൈപിടിച്ചുയർത്തുക എന്ന സമീപനമാണ്. അതിനു വേണ്ടുന്ന പദ്ധതിയുടെ ഭാഗമായി അവർക്ക് 3 നേരം ഭക്ഷണം കൊടുക്കാൻ ആവശ്യമായ കരുതൽ ഉറപ്പാക്കി. വീട് കൊടുക്കുന്നു. നമ്മുടെ ലൈഫ് പദ്ധതിക്കകത്ത് ആദ്യ വീടിന്റെ പ്രയോറിറ്റി അവർക്ക് നിശ്ചയിച്ചു. തീർന്നില്ല, ആ കുടുംബങ്ങളിലെ ഒരാൾക്ക് സ്ഥിര വരുമാനമുള്ള തൊഴിൽ കൊടുക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിച്ചു. അങ്ങനെ ശരിയായ പദ്ധതിയെ രൂപപ്പെടുത്തിക്കൊണ്ട് പടിപടിയായി ചിട്ടയായി നടത്തിയ പ്രവർത്തനത്തിലൂടെ കേരളം അതിദരിദ്രരില്ലാത്ത നാടായി മാറുന്നു. ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ പട്ടിണി കിടക്കുമ്പോ, ലോകത്ത് ദാരിദ്ര്യം വലിയ പ്രശ്നമായി നിലനിൽക്കുമ്പോ, ലോകത്തിന്റെ നെറുകയിൽ ചൈനയ്ക്ക് ശേഷം ഒരു പ്രദേശം പട്ടിണിയില്ലാത്ത പ്രദേശമാകുന്നു എന്ന് വിളംബരം ചെയ്യുന്നു. ആ പ്രദേശത്തിന്റെ പേര് സഖാവ് പിണറായി പറയുന്ന ഈ കേരളമാണ് എന്നുള്ളത് ഈ നവംബർ മാസം 1-ാം തീയതി ലോകം കേൾക്കുകയാണ്. ആ മാറ്റത്തിൽ സുപ്രധാനമായ പങ്കുവഹിച്ച ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടിയാണ്. അത്ര പ്രാധാന്യത്തോടെയാണ് നമ്മുടെ ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആ കടമകൾ നമ്മൾ നിർവഹിച്ചത്. കയറിക്കിടക്കാൻ വീടില്ലാത്ത എല്ലാവർക്കും വീടുണ്ടാകുന്ന കാലമായി കേരളം മാറി കഴിഞ്ഞ 9 വർഷക്കാലത്തിന്റെ ഇടയിൽ. നിങ്ങൾ നോക്കൂ, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ മാത്രം വീട് നിർമ്മിച്ചു കൊടുത്തവരുടെ എണ്ണം 300-ലേറെയാണ്. എത്രയാ? 315 ഞങ്ങളെ അധികാരമേൽപ്പിക്കുമ്പോൾ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ വാക്കുകൾ എങ്ങനെ പാലിച്ചു എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിനകത്ത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തത് 5,15,000 വീട് നിർമ്മിച്ച് താക്കോൽ കൊടുത്ത ഗവൺമെന്റിന്റെ പേരാണ് പിണറായി സർക്കാർ എന്ന് കാണണം. ഈ വർഷം 1 ലക്ഷം വീട് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു സംശയവും വേണ്ട.
വീടില്ലാത്ത എല്ലാവർക്കും വീടുണ്ടാകുന്ന നാടായി കേരളം മാറും. കേരളത്തിന്റെ ആ യജ്ഞത്തിനകത്ത് വലിയ സംഭാവന ചെയ്ത ജനപ്രതിനിധികളും ഭരണ സംവിധാനത്തിന്റെ ആളുകളുമാ ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത് ഇവിടെ നിൽക്കുന്നത്. ഈ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിക്കകത്ത് 315 വീട് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി കൊടുക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിച്ചു. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ വാക്കാണ്. നോക്കൂ, നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളെ നിങ്ങൾ നോക്കൂ. നിങ്ങളുടെ പ്രദേശത്തെ സ്കൂള് ഏറ്റവും പ്രധാനമായി ജില്ലയിൽ ചൂണ്ടിക്കാണിക്കുന്ന സ്കൂളുകളെന്നല്ലേ കൂത്താട്ടുകുളം UP സ്കൂൾ. 100 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഈ ജില്ലയിലെ അഭിമാനകരമായ സ്കൂളല്ലേ. ഇന്ന് കേരളത്തിന്റെ സ്കൂളുകളെ നിങ്ങൾ നോക്കൂ. നമ്മൾ കാണണം, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു എന്ന വാർത്തയായിരുന്നു, കുട്ടികൾ ഇല്ലാതാകുന്നു എന്ന വാർത്തയാകുന്നു, അധ്യാപകർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന വാർത്തയായിരുന്നു. ഞാൻ ചോദിക്കുന്നു ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ നിരന്തരം വാർത്ത എഴുതുന്ന മലയാള മനോരമ ഉൾപ്പെടെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഒരു വരി വാർത്ത എഴുതാൻ കിട്ടിയോ? കേരളത്തിലെ ഒരു സ്കൂൾ അടച്ചുപൂട്ടി എന്ന ഒരു വരി വാർത്ത എഴുതാൻ കിട്ടിയോ? കിട്ടിയിട്ടില്ല. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ UP സ്കൂളുകൾ ഉൾപ്പെടെ കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ സമീപനം സ്വീകരിച്ചു. കർഷക തൊഴിലാളിയുടെ, ചുമട്ട് തൊഴിലാളിയുടെ, ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ, മത്സ്യത്തൊഴിലാളികളുടെ, പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ളവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗപ്പെടുത്തി പഠിക്കാൻ കഴിയുന്ന ഹൈടെക് സ്കൂളുകളാക്കി മാറ്റാൻ വേണ്ടി പിണറായി സർക്കാർ കേരളത്തിന്റെ ഖജനാവിൽ നിന്നും ചെലവഴിച്ച തുക 5000 കോടി രൂപയാണ് എന്ന് കാണണം. 5000 കോടി രൂപ. അതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിന്റെ പൊതുവിദ്യാലയത്തിലേക്ക് ഒഴുകിയെത്തിയ കുട്ടികളുടെ എണ്ണം 10.5 ലക്ഷം കുട്ടികൾ അധികമാണ് എന്ന് കാണണം. ഇതാണ് കേരളം. ഞങ്ങൾ അഭിമാനത്തോടെ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് പറഞ്ഞ വാക്ക് പാലിച്ച് ഞങ്ങൾ വരുന്നു ഇടതുപക്ഷം എന്നുള്ളത് അഭിമാനത്തോടെ ഈ കൂത്താട്ടുകുളത്തെ ജനതയുടെ മുമ്പാകെ ഞങ്ങൾ പറയുന്നു. ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചല്ലോ, ആരോഗ്യ മേഖലയിലെ മാറ്റം. കൂത്താട്ടുകുളത്തിൽ ഉൾപ്പെടെയുള്ള അനുഭവം നമ്മുടെ മുമ്പിലില്ലേ? ആരോഗ്യ മേഖലയ്ക്കകത്ത് വന്ന മാറ്റം എത്ര പ്രകടമായ മാറ്റങ്ങളായി മാറി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് വരെയുള്ളതിന്റെ വളർച്ചകളെ നിങ്ങൾ നോക്കൂ. വലിയ രൂപത്തിലുള്ള മാറ്റങ്ങളെ പ്രതിഫലിക്കുന്ന വിധത്തിലേക്ക് മാറി. സാധാരണ മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന് കവചമാകുന്ന, സംരക്ഷണ കേന്ദ്രമാകുന്ന പൊതുജന ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തിയ കേരളമായി ഈ കേരളം മാറിയില്ലേ? കഴിഞ്ഞ 9 വർഷക്കാലം അതിനുവേണ്ടി നമ്മൾ ചെലവഴിച്ച തുക 7500 കോടി രൂപയാണ് എന്നുള്ളത് കാണണം. ഉമ്മൻചാണ്ടിയുടെ കാലമല്ല. അതുകൊണ്ട് അഭിമാനത്തോടെ, ഒരു സംശയവും വേണ്ട, ഈ കൂത്താട്ടുകുളത്തെ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളോട് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഓരോന്നും എണ്ണി പറഞ്ഞ് അവരുടെ മുമ്പാകെ പോകാൻ ആവശ്യമായ സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ വഞ്ചന നടത്തിയ, ജനാധിപത്യ കശാപ്പ് നടത്തിയ കോൺഗ്രസ് ആണോ അതിന് കൂട്ടുനിൽക്കുന്ന അധികാരത്തിന്റെ അപ്പക്കഷ്ണം 2 മാസമെങ്കിൽ 2 മാസം കടിക്കണം എന്ന് പറഞ്ഞ് എല്ലാ അഴിമതിയുടെയും ദുർഭൂതമായി മാറി ഇന്ന് അധികാരത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിൽ കയറിയിരുന്ന് ഞെളിഞ്ഞിരിക്കുന്നവരാണോ ഈ കൂത്താട്ടുകുളത്ത് അഭികാമ്യമെന്ന് ഈ പ്രബുദ്ധരായ ജനത തീരുമാനിക്കട്ടെ. ഈ പ്രബുദ്ധരായ ജനതയ്ക്ക് ഞങ്ങളത് വിടുകയാണ്. നിങ്ങൾ ആലോചിക്കുകയും നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യണം. ഈ അധാർമിക രാഷ്ട്രീയത്തിന്റെ പടുകുഴിയിലാണ് കേരളത്തിലെ ഇന്നത്തെ കോൺഗ്രസ് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത്. എല്ലാ രാഷ്ട്രീയമായ അധാർമികതയും വാരിപ്പുണരുന്നവരായി കേരളത്തിലെയും എറണാകുളം ജില്ലയിലെയും കോൺഗ്രസ് മാറിയിരിക്കുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. അതിലൊന്നാണ് ഈ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയുടെ അനുഭവം എന്നുള്ളത് കാണണം. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ RSSനോടും BJPയോടും കൈകൊടുക്കാൻ മടിയില്ലാത്ത വിധത്തിൽ കോൺഗ്രസ് പാർട്ടി മാറുന്നത് നമ്മൾ കണ്ടില്ലേ? നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയോട് കൈകൊടുക്കുന്നു നമ്മൾ കണ്ടില്ലേ? ഇന്നത്തെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? കേരളത്തിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾ നീക്കുപോക്കുണ്ടാക്കും എന്ന് ലീഗും കോൺഗ്രസും പറയുന്നത് നമ്മൾ കേട്ടില്ലേ? ആരാ ജമാഅത്തെ ഇസ്ലാമി? ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ആശയ അടിത്തറയല്ലേ? ലോകത്തിന്റെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ആശയ അടിത്തറയായ മൗലാന മഹ്മൂദ് ഇസ്തിഖയുടെ ഇസ്ലാമിക രാഷ്ട്രവാദത്തെ മുന്നോട്ട് വയ്ക്കുന്നവരല്ലേ ജമാഅത്തെ ഇസ്ലാമികൾ? മതനിരപേക്ഷ കേരളം എന്നും അകറ്റി നിർത്തിയതല്ലേ RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും? എന്നാൽ മതനിരപേക്ഷ കേരളത്തെ പോറലേൽപ്പിക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഇവിടുത്തെ വർഗീയ ശക്തികളെ പാലൂട്ടി വളർത്തുന്നവരായി VD സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും UDFും മാറുന്നതിന്റെ രാഷ്ട്രീയ ജീർണത സമകാലിക കേരളം നമ്മൾ കാണുന്നില്ലേ? ഇതല്ലേ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ? അത് മാത്രമാണോ? ജീർണതയുടെ എത്ര വലിയ മാത്രം പടുകുഴിയിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ പാലക്കാടിലൂടെ നടക്കുമ്പോ അതിന് സംരക്ഷണം ഒരുക്കി കൊടുക്കുന്നു യൂത്ത് കോൺഗ്രസും KSUം ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാരല്ലേ?
രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ രാഷ്ട്രീയമായി ഈ കേരളത്തെ ഇത്രമാത്രം മതം പതിപ്പിച്ച സംഭവം ഇതിനു മുമ്പ് വേറെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ആലോചിക്കണം. കോൺഗ്രസും UDF-ഉം എവിടെയാണ് എത്തിപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളത് ഈ നാട് ആലോചിക്കണം. സ്ത്രീകളോട് മോശമായി പെരുമാറിയതിന്റെ പേരുള്ള പല ആരോപണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ കേസുകൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അതന്വേഷിച്ചു പോയാൽ ആ പെരുമ്പാവൂര് കോൺഗ്രസുകാരനായ ഒരു MLA നടക്കുന്നുണ്ട്, എൽദോസ് കുന്നപ്പള്ളി. സമാന കേസിനകത്ത് പ്രതിയായ ആളാണ്. കോൺഗ്രസ് ജീർണതയുടെ മറ്റൊരു മുഖമാണ് അവിടുത്തെ MLA എന്നുള്ളത് കാണാൻ കഴിയും. നിങ്ങൾ തിരുവനന്തപുരത്ത് പോയാൽ ഒരു വിൻസെന്റ് MLA കാണാം. 68 ദിവസക്കാലം ജയിലിൽ കിടന്നതാണ് സ്ത്രീകളെ ആക്രമിച്ചതിന്റെ പേരിൽ, അപമര്യാദയായി പെരുമാറിയതിന്റെ പേരിൽ. അയാൾ ഇപ്പോഴും MLA തുടരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. PJ ജോസഫിന്റെ ഒരു അനുഭവം നേരത്തെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നീലലോകിദാസൻ നാടാരുടെ ഒരു അനുഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള പലതും കേരളം കേട്ടിട്ടുണ്ട്. എന്നാൽ അതിനോടെന്തെങ്കിലും താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒന്നാണോ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം? അല്ല എന്നുള്ളത് കാണാൻ കഴിയും. അത് കോൺഗ്രസിന്റെ ജീർണതയുടെ ആഴം എത്രമാത്രമുണ്ട് എന്ന് അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. ഇത്തരത്തിലുള്ള എല്ലാ ജീർണതയുടെയും നേതൃത്വമായി കോൺഗ്രസ് എങ്ങനെ മാറി എന്നുള്ളത് മനസ്സിലാക്കപ്പെടാൻ കഴിയുന്ന ഒന്നാണ് അത് എന്നുള്ളത് കാണാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിലും ആ പെൺകുട്ടിയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റിംഗ് നിങ്ങൾ കേട്ടില്ലേ? എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ സഹപ്രവർത്തകരായ കുട്ടികളെ പ്രണയം നടിക്കുന്നു, അവരെ ലൈംഗികമായി ഉപയോഗിക്കുന്നു, പല കുട്ടികളും ഗർഭിണികളാകുന്നു, അവരുടെ ഗർഭചിത്രം നടത്താൻ വേണ്ടി നിർബന്ധിക്കുന്നു. ഇതല്ലേ നമ്മൾ കണ്ടത്? സമാനമായ ഒരു സാഹചര്യം കേരളത്തിന്റെ ചരിത്രത്തിൽ നാളിതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ നാട് ചിന്തിക്കണം. ആരെങ്കിലും ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ സമാനമായ സാഹചര്യം കേട്ടിട്ടുണ്ടോ? അത് ചെയ്തയാളുടെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. മാത്രമല്ല നിയമസാമാജികനാണ്. ഭരണഘടന തൊട്ട് അധികാരത്തിൽ കയറിയ നിയമസാമാജികൻ, സത്യപ്രതിജ്ഞ ചെയ്ത് നിയമസഭയ്ക്കകത്തിരിക്കുന്ന നിയമസാമാജികനാണ്. ഈ അനുഭവം കേരളത്തിന് ഇതിനു മുമ്പേ ഉണ്ടായിട്ടുണ്ടോ? ആ കുട്ടിയുമായിട്ടുള്ള വോയിസ് ചാറ്റിംഗ് നിങ്ങൾ കേട്ടില്ലേ? ആ പെൺകുട്ടി പറയുന്നു, കുഞ്ഞിനെ കൊല്ലാൻ എന്നോട് പറയരുത്. ആ പെൺകുട്ടി ഇയാളോട് പറയുകയാണ്, കുഞ്ഞിനെ കൊല്ലാൻ എന്നോട് പറയരുത്. പക്ഷെ നിർബന്ധിക്കുകയാണ്, കുഞ്ഞിനെ കൊന്നേ മതിയാകും. അപ്പൊ ഒരു സമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കുട്ടിയോട് ചോദിക്കുകയാണ്, കുട്ടിക്ക് ജന്മം കൊടുത്താൽ ഇതിന്റെ തന്ത ആരാണെന്ന് പറയും? അപ്പൊ കുട്ടിയുടെ മറുപടി, അത് നീയാണെന്ന് പറയും, അല്ലാണ്ട് ആരാണെന്ന് പറയാൻ? അപ്പൊ തന്നെ അവിടെ നീയാണെന്ന് പറയും. എന്നിട്ട് ആ കുട്ടി പറഞ്ഞു, എങ്കിലും ഞാനും എന്റെ കുട്ടിയും നിന്റെ ജീവിതത്തിൽ തടസ്സമാകില്ല. പക്ഷേ അതിനൊരു മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. മറുപടി എന്താണെന്നോ? എന്റെ രാഷ്ട്രീയ ഭാവിക്ക് തടസ്സമാണ് ആ കുട്ടി, അതുകൊണ്ട് ആ കുട്ടിയെ കൊല്ലണമെന്നാണ്. കേരളം ഇതുവരെ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? എത്ര ജീർണതയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തെ കോൺഗ്രസ് വലിച്ചു താഴ്ത്തുന്നു എന്നല്ലേ നമ്മൾ കാണുന്നത്. ഇത്രമാത്രം ക്രിമിനലായ ഒരു വർത്തമാനം, ഇത്രമാത്രം ക്രിമിനലായ ഒരു നേതാവിനെ ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടുണ്ടോ? എന്റെ രാഷ്ട്രീയ ഭാവിക്ക് തടസ്സമായതുകൊണ്ട് കുഞ്ഞിനെ കൊല്ലണമെന്ന് പറയുന്നു. ആ പെൺകുട്ടി തിരിച്ചു പറയുന്നുണ്ട്, ഞാനൊരു സ്ത്രീയാണ്, എന്റെ വികാരം, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടുള്ള എന്റെ സ്നേഹം നിങ്ങൾക്കിതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ എത്ര സ്വാർത്ഥനാണ്, നിങ്ങൾ എത്ര ക്രൂരനാണ്, നിങ്ങൾ എത്ര ക്രിമിനലാണ് എന്ന് ആ പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്നുണ്ട്. മറ്റൊരു പെൺകുട്ടിയോടുള്ള സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പിൽ നിങ്ങൾ കേട്ടത് എന്താണ്? മറ്റൊരു കുട്ടിയോട് ഇവൻ ചോദിക്കുകയാണ്, നിന്നെ കൊന്നുകളയാൻ എത്ര സമയം വേണമെന്നാണ് നീ കരുതുന്നത് എന്നാണ്. കേരളം കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്ന്? ഒരു പെൺകുട്ടിയോട് നിന്നെ കൊന്നുകളയാൻ എനിക്ക് എത്ര സമയം വേണമെന്നാണ് നീ കരുതുന്നത് എന്ന് ചോദിക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്നത്തെ നേതാക്കന്മാർ. ഇതാണ് സ്ഥിതി, ഇതാണ് കോൺഗ്രസിന്റെ ജീർണത. അതാണ് ഞാൻ പറഞ്ഞത്, കൂത്താട്ടുകുളത്ത് മാത്രമല്ല രാഷ്ട്രീയ ജീർണതയുടെയും രാഷ്ട്രീയ മലീമസത്തിന്റെയും പേരായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അത് ഈ രാജ്യത്തിനും ഈ കേരളത്തിനും അപകടകരമാവുന്ന ഒന്നായി മാറിയിരിക്കുന്നു. കേരളത്തിന്റെ പൊതുവായ രാഷ്ട്രീയ മണ്ഡലത്തിന് ദോഷം ചെയ്യുന്ന പ്രവർത്തികളായി കോൺഗ്രസും UDF-ന്റെയും പ്രവർത്തികൾ മാറുന്നതിന്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ തന്നെ വിഷയം നിങ്ങൾ നോക്കൂ. റിനിയാൻ ജോൺ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ആദ്യമായി അക്കാര്യം പബ്ലിക്കിനോട് പറയുന്നത്. അവൾ മാധ്യമ പ്രവർത്തകയാണ്, അവൾ സിനിമാ നടിയാണ്. അവൾ പറഞ്ഞു, ഈ തരത്തിൽ മോശമായി എന്നോട് ബിഹേവ് ചെയ്തു, അയാളോട് ഞാൻ വാണിംഗ് ചെയ്തു, മേലാൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ പരാതി പറയുമെന്ന് ആ പെൺകുട്ടി അയാളോട് പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിനോട്. അപ്പൊ അതിന് മറുപടിയായി രാഹുൽ പറഞ്ഞു, നീ ആരോടെങ്കിലും പോയി മറുപടി പറയുന്നു, നീ ആരോട് വേണമെങ്കിലും പോയി പറയടി എന്നാണ് മറുപടി പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു?
അങ്ങനെ പറയാനുള്ള ധൈര്യം ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടാക്കി കൊടുത്ത നേതാവിന്റെ പേരാണ് VD സതീശൻ, മാത്യു കുഴൽനാടൻ. പുതിയ കാലത്തിന്റെ കോൺഗ്രസ് നേതാക്കന്മാർ ഈ ജീർണതയുടെ പര്യായമായി മാറി ഈ കേരളത്തിനകത്ത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് കാണാം. ഈ ജീർണതയെ താലോലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരായി അവർ മാറി. ഇതാണ് ഇന്നത്തെ സ്ഥിതിവിശേഷം. ആ ജീർണതയുടെ പര്യായമായി മാറിയവർ കൂത്താട്ടുകുളത്ത് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അവസാനത്തെ 1.5 മാസക്കാലം അധികാരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി കാപട്യ രാഷ്ട്രീയം, ജീർണതയുടെ രാഷ്ട്രീയം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. അതിന് മറുപടി പറയണം കൂത്താട്ടുകുളത്തെ ജനത എന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന. ഞങ്ങൾ നടത്തിയ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കണം. ഞങ്ങളോട് രാഷ്ട്രീയമായ വിമർശനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉയർത്താൻ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. ആ സംവാദത്തിന് ഞങ്ങൾ ഒരുക്കമാണ്. പക്ഷേ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ വാക്ക് മഹാഭൂരിപക്ഷം കാര്യങ്ങളും പൂർത്തീകരിച്ചാണ് 4.25 വർഷക്കാലം കഴിയുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ നിന്നും പുറത്തു പോയിട്ടുള്ളത്. 1.5 മാസക്കാലത്തെ സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ തീരുമാനിച്ച് നടപ്പാക്കി ടെൻഡർ ചെയ്തു വച്ചിരുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി തടസ്സം കൂടാതെ റോഡുകളുടെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രാദേശിക റോഡിന്റെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ 1.5 മാസക്കാലം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ആ പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുന്നത് ഇവർ നടത്തുന്ന രാഷ്ട്രീയ അട്ടിമറിയിലൂടെയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവരോട് പ്രതികരിക്കാൻ കൂത്താട്ടുകുളത്തെ പ്രബുദ്ധരായ ജനത മുന്നോട്ട് വരിക തന്നെ ചെയ്യും എന്ന വിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന 2 മാസക്കാലങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കൂത്താട്ടുകുളം കേരളത്തോട് വിളിച്ചു പറയണം. കോൺഗ്രസ് ജീർണതയുടെ, UDF ജീർണതയുടെ അടിത്തറ അടിച്ചു തകർത്ത നാടിന്റെ പേരാണ് കൂത്താട്ടുകുളം എന്ന് വിളിച്ചു പറയാൻ കഴിയത്തക്ക വിധത്തിലേക്ക് ജനവിധിയെ നിങ്ങൾ ഉണ്ടാക്കണം. കൂത്താട്ടുകുളത്തിന് സമര പാരമ്പര്യമുള്ള നാടാണ്. ഉജ്ജ്വലങ്ങളായ പ്രക്ഷോഭങ്ങളുള്ള നാടാണ്. ധീരരായ പോരാളികളും രക്തസാക്ഷികളുമുള്ള നാടാണ്. രക്തസാക്ഷികളുടെ നാടെന്ന പേരിൽ ഈ കേരളത്തിൽ ഒരു പ്രദേശം അറിയപ്പെടുന്നെങ്കിൽ അത് അഭിമാനത്തോടെ നമുക്ക് പറയാം ഈ കൂത്താട്ടുകുളമാണ്. പോരാട്ടത്തിന്റെ ഭാഗമായി AKG എത്തിയ നാടാണ്. AKGയുടെ ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ മണ്ണാണ് ഈ മണ്ണ് എന്നുള്ളത് കാണാം. ആ ധീരമായ പാരമ്പര്യമുള്ള, പോരാട്ടത്തിന്റെ പാരമ്പര്യമുള്ള, ആത്മാഭിമാനത്തിന്റെ പാരമ്പര്യമുള്ള കൂത്താട്ടുകുളത്തെ ജനത ഈ ജനാധിപത്യ കശാപ്പിനെതിരെ മറുപടി പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന കുതിപ്പിന് തുടർച്ച നൽകാൻ ആവശ്യമായ പോരാട്ടങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകണം. അതിനുവേണ്ടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്കുൾപ്പെടെ ഈ നാടിന്റെ ജനതയുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഈ സമരത്തെ ഊർജ്ജസ്വരമാക്കി നിലനിർത്താൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ജനാധിപത്യ വിശ്വാസികളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും.